മാർക്കറ്റ് ഇപ്പോൾ മോശമായിട്ട് പോലും TCSന്റെ സ്റ്റോക്ക് പ്രൈസ് 6% കൂടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സ് വന്നതിന് ശേഷമാണ് ഈ ഒരു മാർക്കറ്റ് റിയാക്ഷൻ സംഭവിച്ചത്. അപ്പോൾ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. TCS 10 രൂപയുടെ ഇൻട്രീം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 66 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻഡും. അങ്ങനെ ടോട്ടൽ പേ ഔട്ട് 76 രൂപ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം 1.78% ഡിവിഡൻഡ് ഈൽഡാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 12% കൂടിയിട്ടുണ്ട്. അതുപോലെ റവന്യൂ 5.6%. അപ്പോൾ TCSന്റെ ഇന്ത്യൻ ബിസിനസ്സിൽ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഡോളറിന്റെ മൂല്യം ഉയർന്നതിൽ നിന്ന് അവർ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഓർഡേഴ്സ് ആണ്. ഐറിഷ് ഗവൺമെന്റ് അടുത്ത് നിന്ന് 15 വർഷത്തെ ബിസിനസ് കോൺട്രാക്ട് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ $1 മില്യൺ അധികം കോൺട്രാക്ട് വാല്യൂ ഉള്ള കസ്റ്റമേഴ്സിന്റെ വർധനവ് കണ്ടു. ഇപ്പൊ $10.2 ബില്യൺ മൂല്യമുള്ള പുതിയ ഡീലുകളോടെയാണ് ഈ ഒരു ക്വാർട്ടർ അവസാനിച്ചത്. അപ്പം ബാക്കി അപ്ഡേറ്റ്സ് കാണിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിയുടെ അട്രീഷൻ റേറ്റ് 13% കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് 12.3% ഇപ്പൊ മാനുഫാക്ചറിംഗ് സെക്ടർ കമ്പനിക്ക് അധികം ഡിമാൻഡ് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം എല്ലാ ആളുകളുടെയും കണ്ട് TCSന്റെ കോമ്പറ്റേറ്റേഴ്സ് ആയ വിപ്രോ അതുപോലെ ഇൻഫോസിസ് പോലത്തെ കമ്പനികളുടെ FY25 Q3 റിസൾട്ട്സിലേക്കാണ്. അപ്പം നിങ്ങളിപ്പോൾ ഏത് IT സ്റ്റോക്കിലാണ് ബുള്ളിഷ് ആയിട്ടുള്ളത്? കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക.